കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ 10 വീടുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 17 ദിവസം പിന്നിട്ടു. വേനൽ കിണറുകൾ കൂടി വറ്റിയ സമയത്താണ് ഈ ദുരവസ്ഥ. കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് വെള്ളം എത്തിച്ചാണ് പ്രദേശത്തുള്ളവർ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കുന്നത്. പല കാരണങ്ങൾ പറയുന്നതല്ലാതെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. കുടിക്കാനുള്ള വെള്ളം പണം കൊടുത്തു വാങ്ങണം. അലക്കാനും മറ്റ് പ്രാഥമിക കൃത്യങ്ങൾക്കും ബന്ധുവീടുകളിൽ നിന്നും പരിചയക്കാരുടെ വീടുകളിൽ നിന്നും എത്തിക്കണം. ഇതിനാവശ്യമായ പാത്രങ്ങൾ വാങ്ങാനും ദിവസേന വാഹനങ്ങൾക്ക് വാടക നൽകാനും വേറെയും പണം കരുതണം. വെള്ളത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് കണ്ണൂർ വേങ്ങാട് പഞ്ചായത്ത് 14-ാം വാർഡിലെ 10 കുടുംബങ്ങൾ. കുടിവെള്ളത്തിന് പ്രശ്നം നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി മാറി. ഇപ്പോൾ ഒരു 17 ദിവസമായി നമുക്കിപ്പം ജപ്പാൻ കുടിവെള്ളം കിട്ടിയിട്ട്. ബാക്കി നമ്മളെ കുഴക്കിണറിലെന്ന് വെച്ചാൽ ഇപ്പം വേനലായതുകൊണ്ട് തന്നെ വറ്റിയെല്ലാം താഴോട്ടുള്ള ഒരു ദിവസം 1 പ്രാവശ്യം 2 പ്രാവശ്യം ഓണാക്കുന്ന മോട്ടർ ഇപ്പം 7-8 പ്രാവശ്യം ഓണാക്കിയാലേ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുള്ളൂ. കടുത്ത വേനലിൽ കിണറുകൾ പലതും വറ്റി. കുഴൽ കിണറുകളിലും ജലലഭ്യത നന്നേ കുറവ്. ഇടവിട്ട് പല തവണകളായി പമ്പ് ചെയ്ത് ടാങ്ക് നിറയ്ക്കാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. ഈ ഗതികേടിൽ ആശ്വാസമാകേണ്ട ജപ്പാൻ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 17 ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ എല്ലാം അലക്കാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കുടുംബ വീടുണ്ട്, അവിടെ പോകാൻ വേണ്ടി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കുട്ടികളും ആളെല്ലാം ഉള്ളിൽ നമുക്ക് ആളുണ്ട്, അന്നേരം അതെല്ലാം എത്രയും ഉണ്ടാവും അലക്കാനെല്ലാം. പക്ഷേ ഭക്ഷണമെല്ലാം ഹോട്ടലിൽ നിന്ന് വാങ്ങുക ചെയ്യുന്നത്. എന്തെപ്പോഴും അവരൊരു 2 ദിവസം നാളെ ഇതാ എപ്പോഴും പറയുന്നത്. ഇപ്പോൾ അവരെടുക്കുന്നില്ല ഫോണ്. അവർ ഇന്നലെ വിളിച്ചാൽ അയാൾ പറഞ്ഞ് പിന്നെ മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം വെച്ചളഞ്ഞു. കമ്പനിമെട്ട ചാത്തോത്ത് സ്കൂളിന് പിന്നിൽ ഉയരം കൂടിയ പ്രദേശത്തെ വീടുകളിലാണ് ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. അധികൃതരെ ബന്ധപ്പെട്ടാൽ ഇപ്പോൾ ശരിയാകുമെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. ലൈനിലെ ലീക്കേജ്, വൈദ്യുതി തടസ്സം തുടങ്ങിയ കാരണങ്ങൾ ഇടയ്ക്ക് പറഞ്ഞെന്നും പ്രദേശവാസികൾ പറയുന്നു. അവര് വെള്ളം വിട്ടിനെന്ന് പറയുന്നു, പിന്നെ നാളെ തരാന്ന് പറയുന്നു. ഒരു പ്രാവശ്യം മെമ്പർ ഇവിടെ ബന്ധപ്പെട്ടതിന് ശേഷം പറയുന്നത് വെള്ളം വിട്ടു, പിന്നെ ഒരു പ്രാവശ്യം പറയുന്നു കറണ്ട് ഇല്ല. പരിഹരിക്കുക എന്നല്ല, എല്ലാവരും ഇപ്പം നമ്മുടെ വേങ്ങാട് പഞ്ചായത്തിലെ എല്ലാവരും ഇടപെടുന്നുണ്ട്. പ്രസിഡന്റ് സെക്രട്ടറിമാരെല്ലാം ഇടപെടുന്നുണ്ട്. തരാന്നല്ലാതെ നമുക്ക് ഇതുവരെയും ഈ ദിവസം വരെ വെള്ളം ഇവിടെ കിട്ടിയിട്ടില്ല. മറ്റു വീടുകളിൽ നിന്ന് സ്ഥിരമായി എത്ര ദിവസം വെള്ളം ശേഖരിക്കുമെന്നാണ് പ്രദേശത്തുള്ളവർ ചോദിക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ പുലർച്ചെ 2 മണിക്കും 3 മണിക്കുമായാലും സാരമില്ല, വെള്ളം കൃത്യമായി ലഭിച്ചാൽ മതിയെന്നും ഇവർ നിസ്സഹായത പങ്കുവയ്ക്കുന്നു. കടുത്ത വേനലിൽ കിണറുകൾ വറ്റി. അടിയന്തരാവശ്യത്തിന് വെള്ളം ശേഖരിക്കാനുള്ള കുഴൽ കിണറുകളിൽ നിന്ന് വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ 17 ദിവസമായി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വെള്ളം ലഭിക്കാത്ത അവസ്ഥയും. 10-ലേറെ വരുന്ന ഈ വീട്ടുകാരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.